അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അര കപ്പ് പൗഡർ ഷുഗർ, ഇത് ക്രിസ്റ്റൽ അല്ല പൗഡറാണ്. 50 ഗ്രാംസ് ഡാർക്ക് കൊക്കോ പൗഡർ, ഇത് ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളർ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ കൈപ്പുരുചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 40 ഗ്രാംസ് അല്ലെങ്കിൽ 30 ഗ്രാംസ് ചേർക്കാം. ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് മുഴുവനായിട്ട് ചേർക്കണം. പിന്നെ കുറച്ച് വെനില എസൻസ് വേണം, അര ടീസ്പൂൺ വെനില എസൻസ്, 4 എഗ്സ് വേണം, അര കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഒരു 3 തവണ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അരിച്ചെടുക്കുക, അപ്പോഴേ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. ഞാൻ ആ മുഴുവനായിട്ട് കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു ബിറ്റർനെസ് നമുക്ക് തോന്നും, പക്ഷെ അത് ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ബാലൻസ് ആയി പോയിക്കോളും. ഇത് മുഴുവനായിട്ട് ചേർക്കുമ്പോഴാണ് ആ ടെക്സ്ചർ നല്ലപോലെ നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച എല്ലാ പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സോൾട്ട്. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് ലെംസ് ഉണ്ടാവും, അതൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് കുത്തി കൊടുത്താൽ മതി, അത് മിക്സ് ആയിക്കോളും. ഇവിടെ ഞാൻ 3 തവണ ഇതിനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് അടിച്ചെടുക്കാം. 4 കോഴിമുട്ട ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇത് മഞ്ഞ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. എഗ് യോക്കും വൈറ്റും നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ അടിച്ചെടുക്കുക. അതിനുശേഷം ഷുഗർ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 3 തവണയാണ് ഷുഗർ ഇട്ട് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യുക, ഒരുമിച്ച് ഒരിക്കലും ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യരുത്. ഇവിടെ ഞാൻ ബാച്ചായി ഈ ഷുഗർ മുഴുവനും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നിങ്ങൾ അടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം വേണം. നമ്മൾ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം മതി, വേഗം അതാവും. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ തരം മേക്കിങ്ങും നിങ്ങൾക്ക് പരിചയമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ അടിച്ചെടുക്കൂലേ, ആ ഒരു പരുവം ആവുന്നത് വരെ നിങ്ങൾ അടിച്ചെടുക്കുക. ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എടുത്ത് വെച്ച കൊക്കോ മൈദ മിക്സ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം ഒരു വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുക. ഒരു ടൂള് തന്നെ വേണോ എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടായാലും ഒന്ന് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ അധികം ഇളക്കാതെ ചെയ്തെടുക്കുക, അപ്പോഴാണ് ആ ഒരു കേക്കിൻ്റെ കറക്റ്റ് ഹൈറ്റും ആ ഒരു ടെക്സ്ചറും സോഫ്റ്റ്നെസ്സും എല്ലാം നമുക്ക് കിട്ടുക. ഈ മിക്സിങ് ഫ്ലോപ്പ് ആയാൽ നമ്മുടെ കേക്കും ഭയങ്കര ഫ്ലോപ്പാണ്. അപ്പോൾ ഈ മിക്സിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് ഏകദേശം മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ അതുപോലെ സമയമെടുത്തിട്ട് ചെയ്യാം. പിന്നെ ഞാനിവിടെ കേക്ക് ഡെക്കറേഷനും ഐസിങ്ങും ഒന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിനാണ്. അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും വീഡിയോസിലൊക്കെ ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം, ഫ്യൂച്ചറിൽ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ മിക്സ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് നല്ലപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതൊന്ന് മിക്സ് ചെയ്യാണ്. ഈ മിക്സ് കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്യുക, കട്ട ഒന്നും കൂടാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പക്ഷെ കുത്തി ഇളക്കരുത്, സമയമെടുത്തിട്ട് തന്നെ ചെയ്യുക. ഞാനിത് എടുത്ത് വെച്ച മിക്സ് മുഴുവനും ചേർത്തു, പക്ഷേ ഇത് ഭയങ്കര ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തിക്നെസ് അല്ല വേണ്ടത്. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരല്പം ചൂടുവെള്ളം, അതായത് വാം വാട്ടർ, നേരിയ ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
വെള്ളം കൂടി പോവരുത്. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ ഒരു പരുവം ആവുന്നത് വരെ അത്രയും മതി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തന്നെ മതി. അത് തന്നെ ധാരാളമാണ്. നിങ്ങൾ പാൽ ഒഴിക്കരുത്, വെള്ളം തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ ഈ മിക്സ് ഒരു പാനിലേക്ക് ഒഴിക്കുകയാണ്. പാൻ ഒന്ന് ജസ്റ്റ് ഓയിലിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് മിക്സ്. എന്നിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇത് മുകളിൽ വരച്ചു കൊടുക്കുകയാണ്. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് പതുക്കെ മുകളിലൊന്ന് വരച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ഇപ്പം ചെയ്യാറ്, കാരണം എനിക്ക് അതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നത്. ഇനി താഴെ ഒരു തട്ട് വെച്ച് കൊടുക്കുക, മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫിയോന വിപ്പ് ടോപ്പിംഗ് ആണ്. കഴിഞ്ഞ ബാർബി കേക്കിൽ ഞാൻ യൂസ് ചെയ്തത് വിവോ ആണ്. അപ്പോൾ എല്ലാ ക്രീമും നിങ്ങൾക്ക് പരിചയമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്, അതിൻ്റെ സ്റ്റിഫ്നെസ്സും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റി യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഷുഗറോ വെനില എസൻസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഞാൻ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കുകയാണ്. ഇത് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഒരുമിച്ച് ഗനാഷ് പോലെ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ ബാർബി കേക്കിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ മെഷീൻ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇവിടെ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരും. ഒരു 35-40 മിനിറ്റ്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പാന് പോലെയൊക്കെ ഇരിക്കും ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി ഞാനൊരു സ്ക്യൂവർ വെച്ച് ഇതൊന്ന് കുത്തി നോക്കുകയാണ്. സ്ക്യൂവർ ക്ലീൻ ആയിട്ട് വന്നാൽ ബേക്കായി എന്നാണ് അർത്ഥം. എന്നിട്ട് കുറച്ച് സമയം അത് അങ്ങനെ തന്നെ വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കുക. ഇവിടെ ഇപ്പോൾ കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഇതിനൊന്ന് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഞാനിവിടെ 2 കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഹൈറ്റിലാണ് വേണ്ടത്. താഴ്ഭാഗം ഒന്നും കരിയാതെ നമുക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ 3 പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇവിടെ 3 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം സിറപ്പ് ഒഴിച്ചു, എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാ ഭാഗങ്ങളും ചെയ്യുക. പിന്നെ അതിന് ശേഷം ഞാനിതൊന്ന് ഐസിങ് ചെയ്തെടുത്തു. ചോക്ലേറ്റ് ക്രീമും നമ്മുടെ സാധാ വെനില ക്രീമും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഐസിങ് ചെയ്തെടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഗനാഷ് ഒഴിക്കുന്നുണ്ട്. ഇത് ഐസിങ് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ച് ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം വല്ലാതെ സമയം ഇതിൻ്റെ മുകളിൽ കൊടുക്കണ്ട. നമ്മളൊരു നോർമൽ കേക്ക് അധികം ഡെക്കറേഷനൊന്നും ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇതിവിടെ ഇപ്പോൾ അതിന് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഗനാഷ് ഒഴിച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിൽ ഡാർക്ക് ഫാൻറ്റസി വെച്ച് കൊടുത്തു. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്, വീട്ടിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് യൂണിബിക്കിൻ്റെ വേഫേഴ്സാണ് ആ മുകളിൽ വെച്ച് കൊടുത്തത്. നമ്മുടെ വീട്ടിൽ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇതിനെ വളരെ ഭംഗിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച്, ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഈ കേക്കിന് മുകളിൽ ഞാൻ അധിക സമയമൊന്നും ഇരുന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് നല്ല റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അൻറ്റിൽ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.